ISLന്റെ 10ാം സീസണിൽ ഒറ്റ കളികളിൽ പോലും പരാജയപ്പെടാതെ മുന്നേറിക്കൊണ്ടിരുന്ന കരുത്തരായ FC ഗോവയെ ഈ സീസണിൽ പ്രകടന മികവിൽ വളരെ പിൻപിലായിപ്പോയ താരതമ്യേന ദുർബലരായ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് 1-1 സമനിലയിൽ തളച്ചു. കളിയുടെ തുടക്കത്തിൽ തന്നെ ഗോവ കാർലോസ് മാർട്ടിനസിലൂടെ ഗോൾ നേടിയെങ്കിലും നോർത്ത് ഈസ്റ്റിന്റെ സ്ട്രൈക്കർ മലയാളിയായ ജിതിൻ MS 22ാം മിനിറ്റിൽ വളരെ സുന്ദരമായൊരു ഗോളിലൂടെ നോർത്ത് ഈസ്റ്റിനെ ഒപ്പമെത്തിക്കുകയായിരുന്നു. ഇതുവരെ കളിക്കളത്തിൽ കണ്ട ഒരു ഗോവൻ പോരാട്ടം ഇന്ന് നമുക്ക് കാണുവാൻ കഴിഞ്ഞില്ല. എങ്കിലും ദുർബലരായ നോർത്ത് ഈസ്റ്റിന്റെ മുമ്പിൽ തലകുനിക്കാതിരിക്കുവാൻ വേണ്ടി കിണഞ്ഞു പരിശ്രമിച്ചുകൊണ്ടായിരുന്നു. പക്ഷേ സമ്മതിച്ചു കൊടുക്കണം, നോർത്ത് ഈസ്റ്റിന്റെ പ്രതിരോധ നിരയെ ഓരോ ആക്രമണങ്ങളെയും വളരെ ഫലപ്രദമായി നേരിടുകയും പരാജയപ്പെടുത്തുകയും ചെയ്തുകൊണ്ടായിരുന്നു. നോർത്ത് ഈസ്റ്റിന് വിജയിക്കുവാൻ ഇതിനിടയിൽ പല അവസരങ്ങളും വീണ് കിട്ടിയിരുന്നു. അത് ഗോവൻ ഗോൾ കീപ്പർ അർഷദീപിന്റെ പിഴവ് കൊണ്ട് സംഭവിച്ചതാണ്. പല ആവർത്തി അയാളുടെ കയ്യിൽ നിന്നും ബോൾ വഴുതി പോകുന്ന സാഹചര്യമുണ്ടായി. ഇതിനിടയിൽ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ജിതിന്റെ മുൻപിൽ ലഭ്യമായതാണ്. ജിതിന് അത് ഗോളാക്കുവാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഇന്നത്തെ കളിയുടെ ചിത്രം തന്നെ മാറുമായിരുന്നു. എന്നാൽ മറുവശത്ത് നോർത്ത് ഈസ്റ്റിന്റെ ഗോൾ കീപ്പർ ഇർഷാദ് ഉജ്ജ്വല സേവുകളുമായി മത്സരഗതിയെ നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു എന്ന് തന്നെ വേണം പറയുവാൻ. നിരന്തരമായിട്ടുള്ള ഗോവൻ ആക്രമണത്തെ ഓൺ ടാർഗറ്റിലേക്ക് കൂടെയുള്ള നിറയൊഴിക്കലുകളെ വളരെ ചങ്കുറ്റത്തോടു കൂടി നേരിടുകയും ഉജ്ജ്വലമായ സേവുകളിലൂടെ കാണികളുടെ മനം കവരുകയും ചെയ്ത മലയാളിയായ നോർത്ത് ഈസ്റ്റിന്റെ ഗോൾ കീപ്പർ ഇർഷാദിനെ എത്ര പുകഴ്ത്തിയാലും മതിയാവുകയില്ല. ദുർബലരായ നോർത്ത് ഈസ്റ്റിനെ അനായാസേന അവരുടെ ഹോം ഗ്രൗണ്ടിൽ വെച്ച് കീഴ്പ്പെടുത്തി പോയിന്റ് ടേബിളിൽ 1ാം സ്ഥാനത്തേക്ക് എത്താം എന്നുള്ള ഗോവയുടെ വ്യാമോഹത്തിനേറ്റ ഏറ്റവും വലിയ തിരിച്ചടിയായിരുന്നു ഇന്ന് സമനിലയിൽ പിരിഞ്ഞുവെങ്കിലും നോർത്ത് ഈസ്റ്റിന് അഭിമാനിക്കാം. ISLലെ ഏറ്റവും കരുത്തരെയാണ് സമനിലയിൽ പൂട്ടിയത്. ഇന്നത്തെ മത്സരം FC ഗോവ വിജയിച്ചിരുന്നുവെങ്കിൽ 26 പോയിന്റുമായി പോയിന്റ് ടേബിളിൽ 1ാം സ്ഥാനത്തേക്ക് എത്തുമായിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സ് 2ാം സ്ഥാനത്തേക്ക് ഇറങ്ങിപ്പോകേണ്ടി വരുമായിരുന്നു. കാരണം 12 കളികളിൽ നിന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സ് 26 പോയിന്റ് നേടിയിരിക്കുന്നത്. പക്ഷേ FC ഗോവയ്ക്ക് 10 കളികളിൽ നിന്നും 26 പോയിന്റിലേക്ക് എത്താമായിരുന്നു. പക്ഷേ ഇന്നത്തെ കളിയിലെ സമനില കൊണ്ട് അവർക്ക് 10 കളികളിൽ നിന്ന് 24 പോയിന്റ് മാത്രമാണ് ലഭ്യമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഒരു ഇന്റർനാഷണൽ ബ്രേക്കിന്റെ ടൈമാണ്. അതുകൊണ്ട് തന്നെ ചില ആഴ്ചകൾ കേരള ബ്ലാസ്റ്റേഴ്സ് FC 26 പോയിന്റോടുകൂടി ISL 10ാം സീസണിലെ 1ാം സ്ഥാനക്കാരായി തുടരും. വീഡിയോ അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത് എന്നുകൂടി ഓർപ്പിക്കുന്നു.